ഹായ് ഹലോ വെൽക്കം ബാക്ക്. ബീവീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഈ 2026 ഒരുപാട് സന്തോഷം നിറഞ്ഞ് ആവട്ടെ എല്ലാവർക്കും. അതുപോലെ എനിക്കും ഈ 2026 തുടക്കത്തിൽ തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം. 2025 ഡിസംബർ 31 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അന്ന് ഞാനും മോളുവിനെയും പപ്പയും മാത്രമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കേക്കൊക്കെ ഉണ്ടാക്കി, ഞാൻ തന്നെ ഉണ്ടാക്കി കേക്ക്. ആ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതങ്ങനെ കഴിഞ്ഞു. 2026 ജാനുവരി 1 ഒരുപാട് സർപ്രൈസ് ആക്കിക്കൊണ്ട് എൻ്റെ മോനും മരുമോളും പേരക്കുട്ടികളും കൂടി വന്നു. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സന്തോഷമാണ്. കാരണം നമ്മളെ കുടുംബത്തിൽ എനിക്ക് 6 പേരക്കുട്ടികളാണ്, ഒക്കെ ആൺകുട്ടികളാണ്. 7ാമത്തെ ഒരു മോള് ഞങ്ങളാ കുടുംബത്തിലുണ്ടായിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ മോനെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. മോന് വരുമ്പോൾ കൊണ്ടുവന്ന കേക്കാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് കാണിച്ചത്. ഒരുപാട് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് അവന് വന്നിട്ടുള്ളത്. എനിക്ക് റിങ് ഉണ്ട്, പപ്പക്ക് വാച്ച്, അതുപോലെ കുട്ടികൾക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഒരുപാട് ഗിഫ്റ്റുകളാണ്. എനിക്ക് വളർന്ന പർദ്ദയും റിങ്ങുമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. പപ്പൻ്റെത് അപ്പം കൊണ്ടുപോയി കുട്ടികളെടുത്ത് വെച്ച് കൈ കിട്ടിയത് വീഡിയോ എടുത്താണ്. എനിക്ക് ഗിഫ്റ്റിനേക്കാളൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, പഠിച്ചാൽ എത്ര ശ്രമിച്ചാലും മതിയല്ല ഈ മോളൊന്ന് കാണാൻ പറ്റിയത്. എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. മോൾക്ക് 7 മാസമായി. മോളൊന്ന് കണ്ടു തന്നെ, കാണിച്ചു തന്നത് തന്നെ ഒരുപാട് സന്തോഷം. എൻ്റെ മോനെ സൗദി റിയാദിലായിരുന്നു. അവിടുന്ന് വന്നതാണ്. അവരുടെ കൂടെയൊക്കെ ഒന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെ ജനുവരി 1 ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് വീണ്ടും പറയുകയാണ്, ഒന്നും ഷെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബീവീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ നമുക്ക് വിശേഷങ്ങൾ കുറച്ചൊക്കെ കണ്ടു വയ്ക്കാമല്ലോ. എൻ്റെ മരുമോളെ ഏടത്തി അബുദാബിയിൽ വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പോകുള്ളൂ. അപ്പോൾ ഓര് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഓർക്ക് ഫുഡ് ഉണ്ടാക്കലൊക്കെ കൂടെ തിരക്കാണ്. ഓരിവിടെ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ റൂം അറിയാൻ വേണ്ടിയിട്ട് മോളിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചു. മോളിനെ ഈ മോളെയും കൊണ്ടെടുത്ത് ഇവിടെ എത്തിയിട്ട് മോളിനൊക്കെ ഒരു കുട്ടി ഓരോ കുട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടേ മോളിനൊക്കെ മനസ്സിലായിട്ടില്ല. മോളിനെ ഓരോ കണ്ടിട്ട് കുറേ ആയിരിക്കുന്നു. അപ്പോൾ ദിന്നൻ്റെ കാര്യത്തിൻ്റെ ചിഹ്നം നോക്കിയപ്പോൾ ചിഹ്നക്കും കുട്ടി ഉണ്ടല്ലോ മമ്മി എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ചിന്ന പറയാ, ഞാൻ പ്രസവിച്ച് അറിഞ്ഞിട്ടില്ല എൻ്റെ കുട്ടിയാണെന്ന്. ദിന്നൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഒരേ മോശമാണ് കുട്ടികൾക്കൊക്കെ. ഓരോ മോളിനെ അതാ വിചാരിച്ചത്. നല്ല വീഡിയോ കണ്ടോക്കി. മോനും വിന്നൊക്കെ ഉണ്ടാവുന്നല്ലോ. അപ്പൊ മോളിനെ അങ്ങോട്ട് തന്നെ ഓടിച്ചില്ലാന്ന് പറഞ്ഞിട്ടേക്ക്. പിന്നെ ഞാൻ ടുട്ടുവിനെ കാണാൻ ഓടി, മോനെ കാണാൻ. കോവിഡിൻ്റെ ടൈമിൽ പോയതാണ്. അതിന് ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല, വരാനും പറ്റിയിട്ടില്ല, കാണാനും പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാ, കുറച്ച് നാട്ടിൽ വിളിച്ചാലും മതിയാവില്ല കൂടി കാഴ്ച. കാണാത്തൊരു കളറ് താടി.
അതന്നെ ഇനിയും ചെലപ്പോ നിങ്ങളായി തോന്നിണ്ടാവും. കുറച്ചേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ പുറത്തേക്ക് പോയി. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോയി. പുറത്ത് പോയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണിത്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോയിൽ ഇങ്ങനെ എപ്പോഴും കാണും. അപ്പോൾ ഞാൻ ചോദിക്കും കുട്ടീനോട് എന്നായി കൊണ്ടുവന്ന് കാണിച്ചു തരുന്നു. അതായത് അൽഹംദുലില്ലാ കണ്ട് എങ്ങനെ ഇതിപ്പോഴും ഒരു മനസ്സിൽ ആ സന്തോഷം എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവളെ കണ്ട ആ ഒരു ഞെട്ടൽ സന്തോഷമൊക്കെ ഒന്നും മാറിയിട്ടില്ല. അങ്ങോട്ട് ഭയങ്കര രസമായതല്ലോ. ഇതാണ് മോൻ്റെ 2 മക്കളും അപ്പൻ്റെ കൂടെയുള്ള. ഒരു പോവായി. ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ ഉണ്ടാവില്ല നമുക്കൊരു ആലസ്യം, അതുപോലത്തെ ഒരു ആലസ്യമായിരുന്നു എന്നോട് പോയപ്പോൾ. പിന്നെ ഇവർ വരുന്ന മുന്നേ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക ഡിസംബർ 31 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി വെച്ചത്. ഞാനും മോളിനെയും പപ്പയും കുട്ടികളൊക്കെ ആയിട്ടൊന്ന് ആനിവേഴ്സറി ഒന്ന് കഴിച്ചതാണ്. പിന്നെ പപ്പക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും അതൊക്കെ ഉണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കേക്ക് ഞാൻ ഉണ്ടാക്കി തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ടൂൾസുകളൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു കേക്ക് ഉണ്ടാക്കി. എന്നാലും നല്ല ടേസ്റ്റ് ചെയ്ത് മിൽക്കി നട്ട്സ് കേക്ക് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുള്ള കേക്കൊക്കെ തന്നെയായിരുന്നു. പിന്നെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. ഒരു ടൂൾസുകളൊന്നും ഇല്ലാതെ ഒരു ഐഡിയ വെച്ച് ഇങ്ങനെ ചെയ്തതാണ്. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേന്നൊക്കെ തൊട്ട് വരുമ്പോഴും ഓർക്കും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ്. പപ്പയ്ക്ക് ഞാൻ കൊടുത്ത അദ്ദേഹത്തിൻ്റെ മോള് വരുമ്പോഴേ അവരെ കൊണ്ടുവച്ചാണ് ഞാൻ. പിന്നെ ഞങ്ങൾ അന്നൊരു നെയ്ച്ചോറും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ കഴിഞ്ഞ്. ഇതിൻ്റെ ഏത്തിൻ്റെ മോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ ചുരിദാർ. പിന്നെ പപ്പക്ക് ഉള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അതായിട്ട് പോവാണ് പപ്പ. പിന്നെ ഞങ്ങളന്ന് വൈകുന്നേരം മറീനയിലേക്ക് പോയി.
വണ്ടി ബ്ലോക്കാവുമെന്ന് വിചാരിച്ചിട്ട് രാത്രി പപ്പ നമ്മളെ അവിടെ കൊണ്ടുപോയി വിട്ട്. പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ കൂടെ പരിപാടികൾ ഒരുപാടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ചിത്രം വരയ്ക്കലും ഒരുപാട് ഗെയിമും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പപ്പ വരുന്നവരെ അവിടെ കുറേ നേരം ഇരുന്ന് അതെല്ലാം കണ്ട് നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പപ്പ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് പിന്നെ ന്യൂ ഇയറിൻ്റെ ഫയർ വർക്ക്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെ എൻ്റെ മോനിക്ക് ചിത്രം വരക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു വരക്കാൻ അവിടുന്ന് പേപ്പർ കൊടുക്കുന്നുണ്ട്. കളർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കളർ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റൊക്കെ ഉണ്ട്. നല്ല രസമുള്ള പരിപാടിയായിരുന്നു അന്ന്. പിന്നെ മറീനയിൽ തന്നെയാണല്ലോ കോർണേശ്വരിൽ വെടി കെട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഫയർ വർക്ക്സൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അന്നും ഇതുപോലെ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. പിറ്റേന്ന് അവർ വന്ന് അപ്പോൾ ഇരട്ടി മധുരമായി. ഇതെല്ലാം അൽഹംദുലില്ലാഹ് പഠിച്ചാൽ എത്ര സുഖിച്ചാലും മതിയാവില്ല. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് കുട്ടികൾ വന്നതും ഒക്കെ കൂടി രസമായി. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ന്യൂസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒന്നും വിട്ടുവരുത്. അപ്പോൾ ആ വീഡിയോസൊക്കെ വീണ്ടും പറയുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ വീഡിയോ ഇടാൻ താമസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു വരാണ്. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇതൊന്ന് തിരിച്ചു വന്നാൽ വലിയൊരു ഉപകാരമായിരുന്നു. എല്ലാവരും എന്നെ മറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇടയിലൊന്ന് നിർത്തും, ഇടയിൽ പിന്നെ ഒന്ന് തുടങ്ങും. ഇങ്ങനെയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അറിയുന്നവരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മോളിന പപ്പ എന്നൊക്കെ പറഞ്ഞത്. അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തുടർച്ചയായിട്ട് വീഡിയോ ഇടാത്തതിനെ കൊണ്ട് ചിലർക്ക് മനസ്സിലാവണമുണ്ടാവില്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ബോറടിച്ചിട്ടൊന്നും ഇല്ലായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ, വീഡിയോസൊക്കെ അങ്ങനെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഹാപ്പി ന്യൂ ഇയർ.